എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു ലഘു ഹനുമാൻ സാധനയെക്കുറിച്ചാണ്. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ശനിദോഷ നിവാരണത്തിന് വേണ്ടിയുള്ള ഹനുമാൻ സാധനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ചൊവ്വാഗ്രഹം മൂലമുള്ള ദോഷങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് ഹനുമാൻ സാധന, ഒരു ലഘു ഹനുമാൻ സാധന എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ചൊവ്വയെ കൊണ്ട് നമ്മളിവിടെ പറയുന്നത് എക്സസീവായിട്ടുള്ള എനർജിയെയാണ്. അതായത് നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഊർജ്ജത്തിനെയാണ് ചൊവ്വ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കുന്നു, ഒരു വിഷയത്തിൽ സംസാരിക്കുന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യം വരുന്നെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ചൊവ്വയാണ്. നിങ്ങൾ വാഹനം ഓടിക്കുന്നു, നിങ്ങൾ അമിത വേഗത്തിൽ ഓടിക്കുന്നു, നിങ്ങൾക്ക് നിയന്ത്രണം കൈവിട്ടു പോകുന്നു, അങ്ങനെയാണെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ചൊവ്വയാണ്. നിങ്ങൾ ഒരാളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നു, നിങ്ങൾ എന്തെങ്കിലും ആയുധങ്ങൾ അയാളെ മുറിവേൽപ്പിക്കാൻ വേണ്ടി എടുക്കുന്നു, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ചൊവ്വയാണ്. അങ്ങനെ ആയുധങ്ങൾ കൊണ്ടുള്ള പരിക്ക്, വാഹനങ്ങളിൽ നിന്നുള്ള പരിക്ക്, ഈ പറഞ്ഞ പോലെ കോടതി, കലഹം, ദേഷ്യം, പരസ്പരമുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ചൊവ്വയുടെ എനർജിയാണ്. അതായത് എക്സസീവ് എനർജി എന്ന് പറയാം. ഈ എനർജിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഹനുമാൻ സാധനയിലൂടെ കഴിയും. 2 പ്ലാനറ്റുകളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഹനുമാൻ സാധനയിലൂടെ കഴിയും. അതായത് സാറ്റേണും ചൊവ്വയും. എല്ലാ പ്ലാനറ്റുകളെയും സാധിക്കും, പക്ഷേ ഏറ്റവും മെലിഫിക് ആയിട്ടുള്ള ഈ 2 പ്ലാനറ്റുകളെയും നമുക്ക് ഹനുമാൻ സാധനയിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇതെന്ന് നോക്കാം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, ഏതെങ്കിലും ചൊവ്വാഴ്ചയാണ് ഇത് ആരംഭിക്കേണ്ടത്. ഒരു ചൊവ്വാഴ്ച ആരംഭിച്ച് അടുത്ത ചൊവ്വാഴ്ച അവസാനിക്കുന്ന രീതിയിലാണ്. അതായത് 8 ദിവസം നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച രാവിലെ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് എവിടെയാണോ, പൂജാമുറിയിലാണെങ്കിൽ പൂജാമുറിയിൽ അവിടെ ഹനുമാൻ സ്വാമിയുടെ ഒരു ഫോട്ടോയിൽ നമ്മളൊരു മാല ചാർത്തുക. അതിനുശേഷം ഒരു നെയ്വിളക്ക് കത്തിച്ച് വെക്കുക. നെയ്വിളക്ക് അല്ല കത്തിക്കുന്നത്, നമ്മൾ എള്ളെണ്ണ ഒഴിച്ചുള്ള വിളക്കാണ് കത്തിക്കുമെങ്കിൽ അങ്ങനെ ആ വിളക്ക് കത്തിച്ച് വെക്കുക, ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ കത്തിച്ച് വെക്കുക. അതിനുശേഷം സുഗന്ധദ്രവ്യങ്ങൾ, ചന്ദനത്തിരിയോ മറ്റോ കത്തിച്ച് വെക്കുക. എന്തെങ്കിലും ഫലമൂലാദികൾ, അതായത് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഹനുമാൻ സ്വാമിക്ക് നൈവേദ്യമായിട്ട് നമ്മൾ സമർപ്പിക്കുക. എന്തെങ്കിലും ഫ്രൂട്ട്സ്, ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി, അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ്, പഴങ്ങൾ എന്തെങ്കിലും ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുക. അതിനുശേഷം എന്തെങ്കിലും ഹനുമാൻ സ്തുതികൾ ജപിക്കുക. ഹനുമാൻ ചാലിസ നിർബന്ധമായിട്ടും ജപിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹനുമാനെ ജപിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ശ്രീരാമസ്വാമിയെ മനസ്സിൽ വിചാരിക്കണം, അദ്ദേഹത്തെ രാമനാമം ജപിക്കണം. അതിനുശേഷം വേണം ഹനുമാൻ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട ജപം നടത്താൻ. അത് ഈ 8 ദിവസങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതിനൊരു കൃത്യമായ സമയം നിശ്ചയിക്കണം. ഇപ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾ തുടങ്ങുന്നത് കാരണം ചൊവ്വാഴ്ച സൂര്യോദയത്തിന് ശേഷമുള്ള 1 മണിക്കൂറിനുള്ളിൽ ചെയ്യുക. അത് ചൊവ്വയുടെ കാലഹോരയാണ് ആ സമയം എന്ന് പറയുന്നത്. അതായത് ഒരു ഉദാഹരണം, ഇപ്പോൾ 6:20 സൂര്യൻ ഉദിക്കുകയെങ്കിൽ 7:20 വരെയുള്ള 1 മണിക്കൂർ സമയം. ആ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഇത് ചെയ്യുക. ചൊവ്വാഴ്ച ആരംഭിക്കുക, അടുത്ത ചൊവ്വാഴ്ച വരെ കണ്ടിന്യൂ ചെയ്യുക. അത് 8 ദിവസം ചെയ്യുക. ഈ കാലയളവിൽ നിങ്ങൾ സസ്യാഹാരി ആയിരിക്കണം. ഒരു കാരണവശാലും മാംസഭക്ഷണം കഴിക്കരുത്. അതുപോലെ തന്നെ ബ്രഹ്മചര്യം കൃത്യമായിട്ട് പാലിക്കുകയും വേണം. ഈ 8 ദിവസങ്ങളിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. കാര്യം ഇതൊരു സാധനയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് അനുഷ്ഠിച്ചേ മതിയാകും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹനുമാൻ സ്വാമിയുടെ മുമ്പ് ഹനുമാൻ സ്തുതി അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ ജപിച്ചു. അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യം, രാമനാമം ജപിക്കണം അല്ലെങ്കിൽ രാമനെ ധ്യാനിക്കണം. കുറച്ച് സമയം, അതായത് ഈ ജപം കഴിഞ്ഞതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നിങ്ങൾ രാമനെ മനസ്സിൽ ധ്യാനിക്കുക. എങ്ങനെ ധ്യാനിക്കണം? സ്വയം ഹനുമാനായിട്ട് സങ്കല്പിക്കുക. സ്വയം ഹനുമാനായിട്ട് സങ്കല്പിച്ച് ഹനുമാൻ സ്വാമി എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ രാമനെ കാണുന്നത് അതുപോലെ ഹൃദയത്തിൽ കാണാൻ ശ്രമിക്കുക. ഹൃദയത്തിൽ ഇനി അദ്ദേഹത്തിന് പിക്ചറൈസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ രാമനാമം ജപിക്കുക, അത് അകമേ ജപിക്കുക. അങ്ങനെ ഒരു കുറച്ച് സമയം, ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കുക. 5 മിനിറ്റില്ലെങ്കിൽ അതിൽ താഴെ. ഇതെല്ലാം കൂടി ചെയ്യാൻ ഒരു ദിവസം ഒരു 15-20 മിനിറ്റ് എടുക്കുകയുള്ളൂ. അത്രയും സമയം കൊണ്ട് ഇതെല്ലാം ചെയ്യാം. ഇത് നിഷ്ഠയോടുകൂടി എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരു ചൊവ്വാഴ്ച ആരംഭിച്ച് അടുത്ത ചൊവ്വാഴ്ച അവസാനിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് പോകുക. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഒരു എക്സാം ക്ലിയർ ചെയ്യണം, ഒരു പരീക്ഷ പാസ്സാവണം, അവിടെയും നമുക്ക് ഊർജ്ജം ആവശ്യമാണ്. അങ്ങനെ ഒരു ആവശ്യമാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു തർക്കത്തിന് പരിഹാരം കാണണം, അങ്ങനെയുള്ള ഒരു ആവശ്യമാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 8 ദിവസത്തെ ഒരു ക്രമം നിശ്ചയിച്ചിട്ട് ആ സങ്കല്പം എടുത്തിട്ട് ഇന്ന കാര്യത്തിന് വേണ്ടിയുള്ള സങ്കല്പം എടുത്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് ചൊവ്വ ദശയാണെന്ന് വിചാരിക്കുക, ചൊവ്വ അയാൾക്ക് ചില ഹാനികരമായ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏകദേശം 7 വർഷം അയാൾക്ക് ചൊവ്വയുടെ ദശ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? 8 ദിവസം ഈ പറഞ്ഞ പോലെ ചെയ്യുക. അതിനുശേഷം എല്ലാ ചൊവ്വാഴ്ചകളിലും മാത്രം ഈ സാധനം ചെയ്യുക. ചൊവ്വാഴ്ചകൾ അപ്പോൾ സസ്യാഹാരം ശീലിക്കണം, ചൊവ്വാഴ്ചകൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടി വരും. ചൊവ്വാഴ്ചകളിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്ത് ചൊവ്വയുടെ ദശ കഴിയുന്നത് വരെ അദ്ദേഹത്തിന് ശീലിച്ച് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ജപവും ധ്യാനവും ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷം നെറ്റിയിൽ ഒരു കുങ്കുമക്കുറി ചാർത്താനും കൂടി ശ്രദ്ധിക്കുക. അതും അനിവാര്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അതൊരു റെമഡിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിഷ്ഠയോടുകൂടി ചെയ്യുക. എന്തുകൊണ്ട് ഹനുമാന് ഊർജ്ജം നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതിനൊരു കഥയുണ്ട്. ഒരു കഥ അതിന് ആധാരമായിട്ട് പറയാം. അതായത് ഹനുമാൻ, ബാലിയുടെ കഥ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ബാലി ആരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാലും
അയാളുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടും. അങ്ങനെ ഒരിക്കലും ബാലി ഹനുമാനുമായിട്ട് യുദ്ധത്തിന് വരുന്നുണ്ട്. ആ സമയത്ത് ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുകയും ബാലിയുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അങ്ങയുടെ ആകെ ശക്തിയുടെ 1000-1 അംശം മാത്രമേ ബാലിയുടെ മുമ്പിൽ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം തൻ്റെ ശക്തിയുടെ 1000-1 അംശം മാത്രമായിട്ടാണ് ബാലിയുടെ മുമ്പിൽ യുദ്ധത്തിനായിട്ട് വരുന്ന ബാലിക്ക് ഹനുമാൻ സ്വാമിയുടെ ആ 1000-1 അംശം അദ്ദേഹം കൊണ്ടുവന്ന ശക്തിയുടെ പകുതി ശക്തി ബാലിയിലോട്ട് പകർന്നു കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എങ്ങനെയാണോ ഒരു 100 വോൾട്ടിൻ്റെ ബൾബിൽ 1000 വോൾട്ട് കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? അത് പൊട്ടിത്തെറിക്കുമല്ലോ. അതുപോലെ തന്നെ ബാലിയുടെ ശരീരത്തിന് ഈ ഊർജത്തിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഈ ഊർജം ഈ ശക്തി ബാലിയുടെ ശരീരത്ത് കയറുമ്പോൾ എങ്ങനെയാണോ 100 വാട്ടിൻ്റെ ബൾബ് 1000 വാട്ട് ബൾബ് ഊർജം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ പോകുന്നത്, അതുപോലെ ബാലിയുടെ ശരീരം പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ്, അദ്ദേഹത്തിൻ്റെ മസിൽസ്, അദ്ദേഹത്തിൻ്റെ നാഡീചരമ്പുകളെല്ലാം തകരാൻ പോവുകയാണ്. അങ്ങനെ ബാലി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക ചെയ്യണം. ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അത്രയും ഊർജ്ജം അദ്ദേഹത്തിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല, ബാലിക്ക് പറ്റുന്നില്ല. പക്ഷേ അതിൻ്റെ 1000 മടങ്ങ് ശക്തി സ്വന്തം ശരീരത്തിൽ കൊണ്ടു നടക്കുകയും പക്ഷെ പുറമെ വളരെ ശാന്തനായിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആണ് ഈ പറയുന്ന ഹനുമാൻ സ്വാമി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്ര വലിയ ഊർജത്തിനെയും നിയന്ത്രണത്തിൽ നിർത്താനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഊർജത്തെയും നിയന്ത്രണത്തിൽ വരുത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമിയെ ധ്യാനിക്കുകയോ ഉപാസിക്കുകയൊക്കെ ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആരെ ഉപാസിക്കുന്നു, ആരെ ആരാധിക്കുന്നു, അവരുടെ ക്വാളിറ്റീസ് നമ്മളിലേക്ക് വരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാണ്ട് ആരും നമുക്ക് വേണ്ടി പ്രത്യക്ഷത്തിൽ വന്ന് ആ ഒബ്ജക്ട്സ് ഒന്നും എടുത്തു മാറ്റുന്നില്ല, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. നമ്മൾ ആരെ ധ്യാനിക്കുന്നു, നമ്മൾ എന്തും ചിന്തിക്കുന്നു, നമ്മളതായി തീരും. നമ്മൾ ഹനുമാൻ സ്വാമിയാണ് ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്വഭാവ സവിശേഷതകളെല്ലാം നമ്മളിൽ വന്നു ചേരും. അപ്പോൾ ആ ഊർജ്ജത്തെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാകും. എന്തു വിഷയത്തെയും തരണം ചെയ്യാൻ, പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള ശക്തി നമുക്കുണ്ടാകും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും ഈ സാധന ആവശ്യമുള്ളവർ ഈ സാധന അനുഷ്ഠിക്കുക. ഇനി ഒരു പ്രത്യേക കാര്യത്തിനല്ലെങ്കിൽ പോലും നിത്യം ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് എല്ലാത്തിനും ഒരു കൃത്യത വെക്കുക എന്നുള്ളതൊരു അത്യാവശ്യമാണ്. അതായത് നമ്മളൊരു സമയം നിശ്ചയിച്ച് ആ സമയത്ത് തന്നെ ജപിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇതുപോലെ 8 ദിവസത്തെ സാധനയൊക്കെ ചെയ്യുമ്പോൾ അതേപോലെ ജപിക്കുന്നത് എന്താണോ അതിനും ഒരു കൃത്യത വരുത്തുക. ഏതാണ് ജപിക്കേണ്ടത്, ഏത് സ്തുതിയാണ് ജപിക്കേണ്ടത് എന്നുള്ളതിനും ഒരു കൃത്യത വരുത്തുക. ഇത്രയും കാര്യങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് 8 ദിവസം ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.